അങ്ങനെ ലോങ് ടൈം കഴിഞ്ഞിട്ട് ഫാമിലി ഒന്ന് വെക്കേഷന് പോവാണ്. പക്ഷെ ഞാൻ പോകുന്നില്ല കേട്ടോ. അവന് ശരിക്കും അറിഞ്ഞൂടെ 1-2 മാസത്തേക്ക് ഇനി ഇപ്പോൾ വാപ്പാനെ കാണാൻ പറ്റൂല. നമ്മൾ ഫുഡ് കഴിക്കുന്നു. ഏകദേശം ഒരു 2 വർഷത്തിന് ശേഷമാണ് ഇവനിങ്ങനെ വിട്ട് നിൽക്കാൻ വേണ്ടി പോകുന്നത്. മനസ്സിനാണെങ്കിൽ നല്ല വിഷമമുണ്ട്. ഇവനുണ്ടായതൊക്കെ മനസ്സിലാവുന്നത് ഇവൻ എപ്പോഴും ഉള്ളതുപോലെ ഡെയിലി റുട്ടീൻ തന്നെ. ഫാമിലി നാട്ടിൽ പോകുന്നതിന് മുമ്പ് ഇവിടെയുള്ള ഫിഞ്ചസിനും ലവ് ബേർഡ്സിനൊക്കെ ഒരു ബ്രേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മളിവിടെ പുറത്തുള്ള പക്ഷികൾക്കൊക്കെ ഫുഡൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മളെ ഫിഞ്ചസിൻ്റെ കൂട്ടിൻ്റെ പുറത്ത് ഒരാശാൻ വന്ന് മുട്ടയിട്ടിട്ടുണ്ടായിരുന്നു. നമ്മളിതൊന്നും ശരിക്കും കണ്ടിട്ടും ഉണ്ടായിരുന്നില്ല, ശ്രദ്ധിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. ഇന്ന് നോക്കിയപ്പോഴാണ് നല്ല കാറ്റൊക്കെ വന്നിട്ട് അവരുടെ മുട്ടയൊക്കെ തറയിൽ വീണ് കിടക്കുന്നത്. UAE ഒട്ടുമിക്ക ആൾക്കാരും പെറ്റ്സിനെ വളർത്തുന്നവർക്ക് നാട്ടിലേക്ക് പോകുന്ന സമയത്തുള്ള ഭയങ്കര പ്രശ്നമായിരിക്കും പെറ്റ്സിനെ എന്ത് ചെയ്യുന്നുള്ളത്. അങ്ങനെ കൂട്ടിൻ്റെ അകത്തോട്ട് നോക്കിയപ്പോഴാണ് അവിടെ ഒരാൾ ജീവനുള്ള ആൾ കിടക്കുന്ന കാണുന്നത്. കുറേ ദിവസങ്ങൾ മുമ്പ് ഫിഞ്ചസ് മുട്ടയിട്ടിട്ട് കിടക്കുന്നുണ്ടായിരുന്നു. ഒരു കുഞ്ഞ് വിരിഞ്ഞ സൗണ്ടും കേൾക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല, അതിൻ്റെ കുഞ്ഞിനെടുത്തിട്ട് അത് പുറത്തിട്ടേക്കുന്നു. വളരെ വിഷമത്തോടെ ആണെങ്കിലും അതിനെടുത്ത് പുറത്ത് കളഞ്ഞു. ചെറിയ ചെറിയ തൂവലൊക്കെ വന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ എന്തായിരിക്കും ഇങ്ങനെ പറ്റിയത്? മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം ശോകമായ ദിവസം. അങ്ങനെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ ഉള്ളിൽ തന്നെ വെച്ചിട്ട് ഇവരങ്ങ് എയർപോർട്ടിലാക്കിയിട്ട് വന്നു.